Hi everyone, iPlaceന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഫസ്റ്റ് 9 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. Which one of the following is incorrect regarding metacognitive knowledge? It involves cognition about cognition. It involves thinking about thinking. It prevents monitoring progress while problem solving. Poor thinkers lack metacognitive skills. ഏതായിരിക്കും ഇതിന്റെ correct answer? The correct answer is option 3. It prevents monitoring progress while problem solving. എന്തുകൊണ്ടായിരിക്കും ഈ ഓപ്ഷൻ ആയത്? The major reason why we chose option 3 is metacognition എന്ന് പറയുന്നത് thinking about thinking ആണ്. So probably നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ chimpanzees or all those monkey related species ആയിട്ടുള്ളവർക്കൊക്കെ they are very brilliant species അല്ലേ? പക്ഷെ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രമാണ് അവർ ഹ്യൂമൻസിൽ നിന്ന് ലാക്ക് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് മെറ്റാകോഗ്നിറ്റീവ് നോളജ്. എന്നോടൊരു ഡൗട്ട് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരോടും ഒരു ഡൗട്ട് ചോദിക്കണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ദി ഐഡിയ ദാറ്റ് ദി അതർ പേഴ്സൺ നോ സംതിങ് ദാറ്റ് യു ഡോണ്ട് നോ. മനസ്സിലായോ? അതായത് ഒരാളോട് ഡൗട്ട് ചോദിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന ആൾക്ക് ഒരു ബോധം ഉണ്ടാവണം ദാറ്റ് ദി അതർ പേഴ്സൺ നോ സംതിങ് ദാറ്റ് ഐ ഡോണ്ട് നോ. Right. So knowledge about knowledge or thinking about thinking or cognition about cognition is known as metacognitive knowledge. So metacognitive knowledge എന്ന് പറയുന്നത് cognition about cognition ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ആണ് ഇതിലത്തെ wrong answer. കാരണം മെറ്റാകോഗ്നിഷൻ കാരണം നമുക്ക് നമ്മുടെ പ്രോഗ്രസ്, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഇസ് ദി പ്രോഗ്രസ് ദാറ്റ് വി ആർ ഇൻ, നമുക്ക് ഒരു ക്ലിയർ ആൻഡ് ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രാക്കിംഗ് നടത്താൻ പറ്റും. റാദർ ദാൻ പ്രിവെന്റിംഗ് മോണിറ്ററിംഗ് ഫോക്കസ്, ഇറ്റ് എനേബിൾസ് മോണിറ്ററിംഗ് പ്രോഗ്രസ് എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട് വരേണ്ടിയിരുന്നത്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ 3 ഇൻകറക്റ്റ് ആയിട്ട് പറയുന്നത്. Okay, so the next question is, every behavior has a cause and that cause is found to be in mind. This refers to which among the following options? Unconditional positive regard by Rogers, collective unconscious by Jung, psychic determinism by Freud, idiographic psychology by Gordon Allport. Illa edu option aayirikkum? The correct option is psychic determinism by Freud. Why do you think the answer would be the third option? Psychic determinism endana? ഫ്രോയിഡിന്റെ തിയറി പ്രകാരം നമുക്ക് എന്തൊരു തോട്ടും ഫീലിങ്സും ഏതൊരു ബിഹേവിയറോ ഏതൊരു പെർട്ടിക്കുലർ സൈക്കോളജിക്കൽ പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ചെയ്താലും ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ അൺകോൺഷ്യസ് മെന്റൽ ഫോഴ്സസ്. അപ്പം അക്കോർഡിംഗ് ടു പെർട്ടിക്കുലർലി നമ്മൾ ഫ്രോയിഡിന്റെ തിയറി പറയുമ്പോൾ അല്ലാത്ത ഇൻസ്റ്റിങ്ക്ച്വൽ ഫോഴ്സസ് സച്ച് ആസ് സംതിങ് കോൾഡ് ലിബിഡോ ഓർ നമ്മുടെ ലൈഫ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈഫ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്ട്സ് കാരണമാണ് നമ്മുടെ എല്ലാ ബിഹേവിയറും നമ്മളെ ഒരു പെർട്ടിക്കുലർ ഗോളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് സൈക്കിക് ഡിറ്റർമിനിസം പറയുന്നത്. സോ അൺലൈക്ക് വിച്ച് എവർ തിയറീസ് ലൈക്ക് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആയിക്കോട്ടെ, കളക്റ്റീവ് അൺകോൺഷ്യസ്, ഇഡിയോഗ്രാഫിക് സൈക്കോളജി, ഇതൊന്നും പറയുന്നത് ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടല്ല. റാദർ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ടോക്സ് എ ലോട്ട് അബൌട്ട് ഹൗ നമ്മുടെ സർട്ടൻ കണ്ടീഷൻസ് ഓഫ് വർത്ത്, നമ്മുടെ സർട്ടൻ ആക്ച്വലൈസിംഗ് ടെൻഡൻസീസ്, എംപതി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, നോൺ ജഡ്ജ്മെന്റാലിറ്റി, ഇതൊക്കെ എങ്ങനെ നമ്മളൊരു ബെറ്റർ ഇൻഡിവിജ്വൽ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ബൈ കാൾ റോജേഴ്സ് പറയുന്നത്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ തിയറി ടോക്സ് എ ലോട്ട് അബൌട്ട് ഹൗ archetypes are formed. Archetypes എന്താണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലെ? Archetypes, there are different types of archetypes. For example, anima, animus, shadow, persona, അങ്ങനെ കുറേ തരത്തിലുള്ള archetypes ഉണ്ട്. നമ്മൾ ancestorally, evolutionarily നമുക്ക് ഓരോ തവണയും കൈമാറി വന്നിട്ടുള്ള certain set of functioning or behaviors ആണ് ഈ പറയുന്ന archetypes എന്ന് പറയുന്നത്. So it doesn't talk about a cause effect relationship. It talks a lot about something called a phylogenetic endowment. പിന്നെ idiographic psychology given by Allport talks a lot about how each of us are different. നമ്മൾ എങ്ങനെ ഒരാളിൽ നിന്ന് വ്യത്യസ്തനാവുന്നു because of certain traits that we have, because of certain behaviors that we have. So that is all about how we are distinctive in nature rather than a cause effect relationship. So അതുകൊണ്ടാണ് ഓപ്ഷൻ about psychic determinism നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. The next question is, arrange the psychosexual stages of personality development in the correct order. So psychosexual stages of development was given by ആരായിരുന്നു? സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയായിരുന്നു. സോ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജസിന്റെ കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ
ചോദ്യം. And the correct answer is option C, which first starts with oral stage, then goes to anal stage, and then phallic stage, latency stage, and finally it is genital stage. So, particular 4 stages, 5 stages of sexual development, psychosexual development, കാരണം ഓരോ സ്റ്റേജിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എറോജനസ് സോൺസ് ആണ്. അപ്പം ഓരൽ സ്റ്റേജിലെ എറോജനസ് സോൺ എന്ന് പറയുന്നത് മൗത്ത് ആണെങ്കിൽ അങ്ങനെ ഓരോ സ്റ്റേജിനും അതിൻ്റെതായിട്ടുള്ള എറോജനസ് സോൺസ് ഉണ്ട്. സോ അക്കോർഡിംഗ് ടു ദി സൈക്കിക് ഡിറ്റർമിനിസം തിയറി ബൈ ഫ്രോയിഡ്, നമുക്ക് ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും സർട്ടൻ എറോജനസ് സോൺസ് ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പ്ലഷർ ആണ് നമ്മുടെ ഒരു ബിഹേവിയറിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നതും. ആൻഡ് ഈ ബിഹേവിയേഴ്സ് ആണ് ലേറ്റർ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് പറയുന്നത് എന്നാണ് ഫ്രോയിഡിന്റെ പെർട്ടിക്കുലർ. സോ അതിനകത്ത് എല്ലാം ഓർത്തിരിക്കുക. ഈ ഓരോ സ്റ്റേജും, ഫോർ എക്സാമ്പിൾ ഓറൽ ആയിക്കോട്ടെ ഏനൽ സ്റ്റേജ് ആയിക്കോട്ടെ, രണ്ടിലും അതിൻ്റെതായ സബ് സ്റ്റേജസ് ഉണ്ട്. സോ ഓരോ തവണയും, ആൻഡ് അഗൈൻ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഓരോ ഇൻഡിവിജ്വലിനും ഒരു പതോളജി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാലഡാപ്റ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേജിലെ ഫിക്സേഷൻ കാരണമായിരിക്കും. അപ്പോൾ ഫിക്സേഷൻ എന്താണ്? ഫിക്സേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആയിട്ട് കിടക്കുക അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായി കിടക്കുക, മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റാതാവുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ അപ്പോൾ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ആണ് ദാറ്റ് ഫ്രോയിഡ് ഇറ്റ്സെൽഫ് ഗേവ്, വിച്ച് മേ ലുക്ക് എ ലിറ്റിൽ ബിറ്റ് സിമിലർ, പക്ഷെ രണ്ട് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആണ്. റിഗ്രഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ലൈഫിൽ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ ഡയറക്ട്ലി വി ഗോ ബാക്ക് ടു ടൈം വെൻ വി വർ ഓൾ സേഫ് ആൻഡ് കംഫർട്ടബിൾ. അങ്ങോട്ടേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ്. അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ തന്നെ ബിഹേവിയേഴ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അന്നേരം അധികമായി കരയുകയോ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ ബിഹേവിയേഴ്സ് കാണിക്കാൻ തുടങ്ങുകയോ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം? എപ്പോഴായിരുന്നു നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ സണ്ണി ആയിട്ട് തോന്നിയിരുന്ന സ്റ്റേജ്, അതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയത്ത് ഫിക്സേഷൻ വേറൊരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ആണ്, വേർ നമ്മൾ ഒട്ടും ഡെവലപ്മെന്റ് ഒട്ടും പ്രോഗ്രസ് ചെയ്യാതിരിക്കുന്ന പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ ഓരോ സ്റ്റേജ് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ സ്റ്റേജിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഫിക്സേഷനെ പറ്റി അറിഞ്ഞിരിക്കണം. സോ ഒന്നെങ്കിൽ ആ ഒരു സ്റ്റേജിന്റെ അണ്ടർ ഫുൾഫിൽമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓവർ ഫുൾഫിൽമെന്റ് ആയിരിക്കാം. സോ ഇപ്പം ഓരോ സ്റ്റേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ ഫെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ഓറൽ പാസീവ് പേഴ്സൺ, വേർ അവർക്ക് ലോട്ട് ഓഫ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവായിരിക്കാം, ഡിപ്പെൻഡൻസി വളരെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അതേ സമയത്ത് ഓവർ ഫെഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അതായത് ഓറലി ഓവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് സാധ്യത ഉണ്ടാവാനുള്ള കാര്യം എന്ന് പറയുന്നത് ഓവർ അഗ്രസീവ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജ് നമ്മൾ പഠിക്കുമ്പോഴും മേക്ക് ഷുവർ ദാറ്റ് യു നോ വാട്ട് ഹാപ്പൻസ് ഇഫ് it is done, if it is satisfied, if the needs are satisfied in an over limit or an under limit. Okay, so ഫിക്സേഷൻ എങ്ങനെയാണ് ഓരോ തരത്തിലുള്ള അഡൽട്ട് പേഴ്സണാലിറ്റിയിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിൽ പറയുന്നത്. സോ ഓറൽ സ്റ്റേജിലായിക്കോട്ടെ, ഇപ്പം ഫോഴ്സ്ഫുൾ ഈറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഡിപ്രിവേഷനോ ഏർലി വീനിങ്ങോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഗ്രഷനും ഡിപ്പെൻഡൻസി പോലത്തുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഏനൽ സ്റ്റേജിലായിക്കോട്ടെ ടു ഹാർഷ് ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ്, ടു ലീനിയന്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കാരണം ഒബ്സെസീവ്നെസ്സോ അൺടൈഡിനെസ്സോ ജനറോസിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഫാലിക് സ്റ്റേജിലും അതിൻ്റെതായ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്ട്സ് വരാൻ സാധ്യതയുണ്ട്. സോ ഇതിനകത്തൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഒരു ഫുഡ് ഫോർ തോട്ട് എനിക്ക് പറയാനുള്ളത്, ഇടയ്ക്കത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് ലേറ്റൻസി സ്റ്റേജ്, ഒന്ന് തപ്പി നോക്കുക. ലേറ്റൻസി സ്റ്റേജ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സംതിങ് കോൾഡ് ഫൈലോജനറ്റിക് എൻഡോമെന്റ്. അതായത് ലേറ്റൻസി സ്റ്റേജിൽ സെക്ഷൽ ഇമ്പൾസസ് വളരെ കുറവുള്ളൊരു സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. അതിനൊരു ആൻസിസ്റ്റർലി അല്ലെങ്കിൽ ഇവല്യൂഷണറി ഒരു റീസൺ ഫ്രോയിഡ് പറയുന്നുണ്ട്. ഒന്ന് നോക്കി നോക്കുക. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ തിങ്ക് അബൌട്ട് ദി ഫൈലോജനറ്റിക് എൻഡോമെന്റ് ഓഫ് latency stage. Okay, the next question is traits that are influential but only within a narrow range of situations such as liking chocolate are labeled as. അതായത് നമുക്ക് പലതരത്തിലുള്ള ട്രേറ്റുകൾ ഉണ്ടല്ലേ, എല്ലാ തരത്തിലുള്ള ട്രേറ്റുകളിൽ നിന്നും ലൈക്കിംഗ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ട്രേറ്റ് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏത് ട്രേറ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇസ് ഇറ്റ് കാർഡിനൽ ട്രേറ്റ്, ഇസ് ഇറ്റ് സെൻട്രൽ ട്രേറ്റ്, ഇസ് ഇറ്റ് ജനറൽ ട്രേറ്റ് ഓർ സെക്കൻഡറി ട്രേറ്റ്? സോ ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയോളജി, ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തിയറി ഏതാണ് അസോസിയേറ്റഡ്. The correct option here is secondary traits. And why did this particular option be the correct answer?
അപ്പം ഈ ഒരു പെർട്ടിക്കുലർ തിയറി ഈസ് ഓൾ അബൌട്ട് ഗോർഡൻ ആൽബർട്ടിന്റെ ഇഡിയോഗ്രാഫിക് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി ആണ്, വെരൻ വിച്ച് ടോക്സ് അബൌട്ട് ഹൗ ദി സെൻട്രാലിറ്റി ഓഫ് ട്രേറ്റ്സ്. അപ്പം ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ വാട്ട് ഈസ് ദി ഫസ്റ്റ് തിങ് ദറ്റ് കംസ് ടു യുവർ മൈൻഡ്? ഇറ്റ് ക്യാൻ ബി അഹിംസ, നോൺ വയലൻസ് ആൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്, റൈറ്റ്? അതുപോലെ മദർ തെരേസ എന്ന് കേൾക്കുമ്പം പ്രോ സോഷ്യൽ ബിഹേവിയർ, ഓൾട്രൂയിസം, അതുപോലത്തെ പല കാര്യങ്ങളായിരിക്കും ആദ്യം ഓർമ്മ വരുന്നത്, അല്ലേ? അപ്പം ചില ട്രേറ്റുകൾ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് വളരെ സെൻട്രൽ ആയിരിക്കും. ആ സർട്ടൻ ട്രേറ്റ്സിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഗോർഡൻ ആൽബർട്ടിന്റെ തിയറീസ് പ്രകാരം, ആ ഒരു പെർട്ടിക്കുലർ തിയറി പ്രകാരം ലൈക്കിംഗ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ട്രേറ്റുകളെ നമ്മൾ സെക്കൻഡറി ട്രേറ്റുകൾ എന്നാ പറയാം. കാരണം ഇത് അത്ര സെൻട്രൽ അല്ല, ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ വളരെ സെൻട്രൽ ആയിട്ടുള്ള ട്രേറ്റ് അല്ല, പക്ഷെ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാൻ സാധ്യതയുള്ള ട്രേറ്റുകളാണ് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. സോ സ്പെസിഫിക് സിറ്റുവേഷൻസ് കാരണം ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ട്രേറ്റുകളാണ്. പക്ഷെ ആ ഒരു ഇൻഡിവിജ്വലിന് എല്ലാ സാഹചര്യത്തിലും നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രേറ്റുകളെ നമ്മൾ സെക്കൻഡറി ട്രേറ്റുകൾ എന്നാണ് വിളിക്കുക. The next question is, a major neural pathway that connects Broca's area and Wernicke's area is called, ഏതായിരിക്കും അത് കറക്റ്റ് ഓപ്ഷൻ? Is it anterior commissure, arcuate fasciculus, massa intermedia, posterior commissure? The correct answer is arcuate fasciculus. So ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് വരുന്നത് കുറച്ചും കൂടെ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയ ആണ്. സോ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സ് ഒക്കെ ഓർമ്മ വരുത്തുക. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബ്രോക്കാസ് ഏരിയ, വെർണിക്കേസ് ഏരിയ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്ക നെറ്റ് ക്വസ്റ്റ്യൻസിലും നമ്മൾ കാണപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ബ്രോക്കാസ് ഏരിയയും വെർണിക്കേസ് ഏരിയയും? ഇത് രണ്ടും അസോസിയേറ്റഡ് വിത്ത് ലാംഗ്വേജ് ആണ്, അല്ലേ? ആൻഡ് പെർട്ടിക്കുലർലി നമ്മുടെ ഡോമിനന്റ് ഹെമിസ്ഫിയർ, ആൻഡ് ദാറ്റ് ഈസ് ഓഫൻ സീൻ ആസ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. നമുക്ക് രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, അല്ലാതെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഡോമിനന്റ് ഹെമിസ്ഫിയറിന്റെ ഏരിയാസ് ആണ് ബ്രോക്കാസ് ഏരിയയും വെർണിക്കേസ് ഏരിയയും. മീൻസ് ബോത്ത് ആർ അസോസിയേറ്റഡ് ടു ലാംഗ്വേജ്. How is Broca's area associated to language? Broca's area is majorly associated with speech production. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും there is a particular way in a particular flow, ഏതൊക്കെ sentences എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, what is the grammatical situation that I can place in. A lot of things are happening here, or the way in which I express my language. Okay, the expression of language is often done by the production of language, അല്ലെ? Speech of the language. Speech production area ആണ് ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത്. വെർണിക്കേസ് ഏരിയ എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ഏരിയ ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹവെവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇറ്റ്സ് മേജർലി ബിക്കോസ് ഓഫ് ദി വെർണിക്കേസ് ഏരിയ ദാറ്റ് യു ഹാവ്, വിച്ച് എനേബിൾസ് യു ടു ബ്രേക്ക് ഡൗൺ. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ വേർഡിനും അതിൻ്റെതായ ഒരു സിലബിൾ ഉണ്ട്, മോർഫീം ഉണ്ട്, ഫൊണീം ഉണ്ട്, അങ്ങനെ പല സൗണ്ട്സ് ഉണ്ട്. ഈ പല സൗണ്ട്സിൽ നിന്നും ഒരു സെൻസ് ഉണ്ടാക്കി എടുക്കണ്ടേ നമുക്ക്, റാദർ ദാൻ ദി ഓഡിറ്ററി സിസ്റ്റം. നമുക്ക് ശരിയാണ്, നമുക്ക് കേൾവി ശക്തികളും നമുക്ക് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം എല്ലാം ഇൻ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നമ്മുടെ ബ്രെയിനിൽ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്, ഒരു കോർട്ടിക്കൽ സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് വെർണിക്കേസ് ഏരിയ, വിച്ച് എനേബിൾസ് us for comprehension. അപ്പം ഈ വെർണിക്കേസ് ഏരിയയുടെയും ബ്രോക്കാസ് ഏരിയയും ആക്ച്വലി ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ആർക്വേറ്റ് ഫെസിക്കുലസ് എന്ന് പറയുന്നത്. സോ ആർക്വേറ്റ് ഫെസിക്കുലസ് ആക്ച്വലി ബ്രിഡ്ജസ് ബിറ്റ്വീൻ ബ്രോക്കാസ് ഏരിയ ആൻഡ് വെർണിക്കേസ് ഏരിയ, ആൻഡ് ദിസ് ഏരിയ ഇസ് മേജർലി അസോസിയേറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് അതർ ഫംഗ്ഷനാലിറ്റീസ്. അപ്പം ആക്വേറ്റ് ഫെസിക്കുലസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ സ്പീച്ച് പ്രൊഡക്ഷനും വെർണിക്കേസ് ഏരിയ കോംപ്രിഹെൻഷൻ ഏരിയയും രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ലാംഗ്വേജ് ഏരിയകൾ നമ്മൾ പഠിക്കുമ്പോഴും വി ഹാവ് ടു അസോസിയേറ്റ് ഇറ്റ് ടു സംതിങ് കോൾഡ് അഫേഷ്യ. ഓക്കെ, അഫേഷ്യ എന്ന് പറയുന്നത് ലാംഗ്വേജ് റിലേറ്റഡ് ഡിഫിക്കൽട്ടീസ് ഡ്യൂ ടു എ പെർട്ടിക്കുലർ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് അസുഖത്തിനെയാണ് അഫേഷ്യ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള അഫേഷ്യകളുണ്ട്. ഇപ്പം നമുക്ക് ബ്രോക്കാസ് അഫേഷ്യ ഉണ്ട്, വെർണിക്കേസ് അഫേഷ്യ ഉണ്ട്. അഗൈൻ ദർ ഈസ് സംതിങ് കോൾഡ് കണ്ടക്ഷൻ അഫേഷ്യ. സോ ഈ പറയുന്ന ആർക്വേറ്റ് ഫെസിക്കുലസ് എന്ന് പറയുന്ന ഏരിയയിലാണ് ബുദ്ധിമുട്ട് എന്താ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്നതെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന അഫേഷ്യനെയാണ് കണ്ടക്ഷൻ അഫേഷ്യ എന്ന് പറയുന്നത്.
സോ അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആന്റീരിയർ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ബ്രെയിൻ ആണ് ആക്ച്വലി നമ്മുടെ 2 ടെമ്പറൽ ലോബ്സ്. എല്ലാ ലോബുകളും നമുക്ക് it is there within our brain structure, right? So 2 temporal lobes in a connect, especially amygdala olfactory structures in connect in a particular area ആണ് anterior commissure, and this particular area is associated with smell, with even pain sensation and so on. Okay, so അടുത്തതാണ് massa intermedia, which is actually a nuclei which connects the 2 halves of thalamus. Thalamusലെ 2 ഹാഫുകളും കണക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കണക്ഷനെയാണ് massa intermedia എന്ന് പറയുന്നത്. ആൻഡ് posterior commissioner എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഏരിയ is associated with visual reflexes. അപ്പം ലൈറ്റ് അഡാപ്റ്റേഷൻ, ഡാർക്ക് അഡാപ്റ്റേഷൻ എന്താണെന്ന് ഒന്ന് നോക്കി നോക്കുക. സോ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞത് ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കുക. സോ ഒരു പെർട്ടിക്കുലർ ഡാർക്ക് റൂമിലേക്ക് കയറുന്നു, നമ്മൾ വെളിച്ചമുള്ള റൂമിലേക്ക് നമ്മളൊരു ഡാർക്ക് റൂമിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾസ് ഒരു കൈൻഡ് ഓഫ് റിഫ്ലെക്സ് എടുക്കും. ബിക്കോസ് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ഏരിയ മനസ്സിലാക്കാൻ വേണ്ടി പ്യൂപ്പിൾസ് കുറച്ചും കൂടെ ഡൈലേറ്റഡ് ആവും, കാരണം ലൈറ്റ് കുറച്ചും കൂടെ എൻട്രി ചെയ്യണമല്ലോ. അപ്പം ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് ഒരു റിഫ്ലെക്സ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള മുറിയിൽ നിന്ന് നമ്മളൊരു ഭയങ്കര വെളിച്ചമുള്ള ഒരു മുറിയിലേക്ക് കയറുക, അന്നേരം നമ്മുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കയറുന്നത് കുറയ്ക്കണം അല്ലേ. അപ്പം അന്നേരം നമ്മുടെ പ്യൂപ്പിൾ കൺസ്ട്രക്ട് ചെയ്യും. സോ ഈ പറയുന്ന പ്യൂപ്പിൾ കൺസ്ട്രക്ഷനും ഡൈലേഷനും ഇതൊക്കെ ഈസ് റിലേറ്റഡ് ടു സംതിങ് കോൾഡ് posterior commissure, and this particular reflex is called pupillary light reflex. അപ്പം ലൈറ്റ് അഡാപ്റ്റേഷൻ, ഡാർക്ക് അഡാപ്റ്റേഷൻ്റെ ഒക്കെ മേജർ ഏരിയ ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു മേജർ ഏരിയ ആണ് പോസ്റ്റീരിയർ കമ്മീഷർ എന്ന് പറയുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡിൽ നമുക്ക് പലതരത്തിലുള്ള അഫേഷ്യ കാണാം അല്ലേ. അപ്പം ആക്ച്വലി നമ്മുടെ ബ്രോക്കാസ് അഫേഷ്യ, അതായത് സ്പീച്ച് പ്രൊഡക്ഷന് ഉണ്ടാവുന്ന ഏരിയയാണ് ബ്രെയിൻ ഡാമേജ് കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും, നമ്മുടെ സ്പീച്ചിനെ എഫക്റ്റ് ചെയ്യുമായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് അതിനെ തന്നെ നമ്മൾ നോൺ ഫ്ലുവൻ്റ് അഫേഷ്യ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഗ്രാമർ കറക്റ്റ്ലി ഫോം ചെയ്യാൻ, സെന്റൻസസ് കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള സെന്റൻസസ് ഫോം ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ അഗ്രാമറ്റിക് അഫേഷ്യ എന്നും പറയും. ഓക്കെ, സോ വേറൊരു ടൈപ്പ് ഓഫ് അഫേഷ്യനെയാണ് ഫ്ലുവൻ്റ് അഫേഷ്യ എന്ന് പറയുന്നത്. അതായത് വേർണിക്കേസ് ഏരിയയിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അഫേഷ്യനെയാണ് ഫ്ലുവൻ്റ് അഫേഷ്യ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ ഒരു അഫേഷ്യയിൽ അവർക്ക് സ്പീച്ചിനൊന്നും പ്രൊഡക്ഷനിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല, അതായത് വളരെ കാര്യമായി അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള സ്പീച്ച് ആണ് കാണാൻ പറ്റുന്നത്. സോ that's why that particular aphasia is called fluent aphasia. Even it's also called sensory aphasia, and Broca's aphasia is also called expressive aphasia. Okay, so there are different other types of aphasia that you can look into, something called transcortical aphasia. But trans എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ, transcortical എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള അഫേഷ്യകൾക്ക് യൂഷ്വലി റെപ്പിറ്റേഷൻ, ഒരു വേർഡ്സ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള അഫേഷ്യയാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ മിക്സ്ഡ് നോൺ ഫ്ലുവൻ്റ് അഫേഷ്യ ഉണ്ട്, ഗ്ലോബൽ അഫേഷ്യ ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ അഫേഷ്യയാണ് ഈ അഫേഷ്യകളിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള അഫേഷ്യ. കാരണം കോംപ്രിഹെൻഷനും എക്സ്പ്രഷനും, അതായത് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ചിനും എക്സ്പ്രഷനും കോംപ്രിഹെൻഷനും ഇതിനൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു അഫേഷ്യയാണ് ഗ്ലോബൽ അഫേഷ്യ എന്ന് പറയുന്നത്. പിന്നുള്ള അഫേഷ്യ എന്ന് പറയുന്നത് കണ്ടക്ഷൻ അഫേഷ്യയാണ്. അപ്പോൾ കണ്ടക്ഷൻ അഫേഷ്യ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആർക്വേറ്റ് ഫെസിക്കുലസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വരുമ്പോഴാണ് കണ്ടക്ഷൻ അഫേഷ്യ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പം ലോഡ് ഓഫ് ഫൊണീമിക് പാരഫിഷിയാസ് ക്യാൻ ബി സീൻ. Rather than telling spoon, the high chance for them is to say poon or soon, അല്ലെങ്കിൽ പോൺ എന്ന തരത്തിലുള്ള പല രീതിയിലുള്ള വേരിയേഷൻസ് ആണ് അവർക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റുക, rather than the word spoon. അതുപോലെ തന്നെ അനോമിക് അഫേഷ്യ ഉണ്ട്. അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ നാക്കിലെ തുമ്പത്ത് ഇരിപ്പുണ്ടല്ലേ, ടിപ്പ് ഓഫ് ദി ടങ് അല്ലെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ബ്രെയിൻ ഡാമേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിനൻ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് കോമൺലി അനോമിക് അഫേഷ്യ ആണ് ഉണ്ടാവുക. അതായത് അവർ ഡിസൈഡ് ആയിട്ടുള്ള വേർഡ്സ് റിട്രീവ് ചെയ്യാൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുന്നിലിരിക്കുന്ന സാധനം മൊബൈൽ ഫോൺ ആണ്, മൊബൈൽ ഫോൺ എന്നുള്ളൊരു വാക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ള പെർട്ടിക്കുലർ അഫേഷ്യനെയാണ് ഡ്യൂ ടു ബ്രെയിൻ ഡാമേജ് എന്നുള്ളതാണ് അനോമിക് അഫേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, something also called transcortical sensory aphasia as well. So there are different types of aphasia that you need to look into. Please make sure you are familiarized with all these terms. Okay,
The next question is match the list 1 and 2. So രണ്ട് വിധത്തിലുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് പ്രീ സെൻട്രൽ ഗൈറസ് ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ ഉണ്ട്, പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ഉണ്ട്, ആൻഡ് ഫൈനലി സെറിബെല്ലം ഉണ്ട്. സോ ഇതിന്റെ ഓരോ അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ സ്ട്രക്ചേഴ്സ് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇസ് ഇറ്റ് ഇൻ കോർട്ടിക്കൽ ഏരിയ, ഇസ് ഇറ്റ് ഇൻ സബ് കോർട്ടിക്കൽ ഏരിയ, ഇസ് ഇറ്റ് സം സ്ട്രക്ചർ ഇൻ ഹിൻ ബ്രെയിൻ, ഓർ ഇസ് ഇറ്റ് എ സൊമാറ്റോസെൻസറി ഏരിയ എന്നുള്ളതാണ് ചോദ്യം. Okay, and the correct option is option 4. So എന്തുകൊണ്ടാണ് ആ ഓപ്ഷൻ വന്നത് എന്ന് നമുക്ക് നോക്കാം. Okay, so pre-central gyrus എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഫ്രോണ്ടൽ ലോബിലുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ദർ ഇസ് സംതിങ് കോൾഡ് സെൻട്രൽ ഫിഷർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ സെൻട്രൽ ഫിഷറിന്റെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് പ്രീ സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത്. സോ ഫ്രോണ്ടൽ ലോബിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി മോട്ടോർ ഏരിയ ആണ് പ്രീ സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് എന്നൊക്കെ വിളിക്കുന്ന ഏരിയ ആണ് പ്രീ സെൻട്രൽ ഗൈറസ്, ആൻഡ് ഇറ്റ് ഇസ് വിത്തിൻ ദി കോർട്ടിക്കൽ ഏരിയ. അതുകൊണ്ട് നമുക്ക് ഇതിനെ കോർട്ടിക്കൽ മോട്ടോർ ഏരിയ എന്ന് പറയാം. എന്താണ് കോർട്ടിക്കൽ ആൻഡ് സബ് കോർട്ടിക്കൽ ഏരിയ? കോർട്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കവറിംഗ് ഓഫ് ദി ബ്രെയിൻ. ഓക്കെ, സോ ഈ കവറിംഗ് ഓഫ് ദി ബ്രെയിൻ, അതായത് മെനഞ്ചസ് അല്ല, മെനഞ്ചസ് ആണ് നമ്മുടെ ഹോൾ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ഏരിയ, ഒരു ഹാർഡ് കോർ ഏരിയ ആണ് മെനഞ്ചസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മെനഞ്ചസിന്റെ പല ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് മെനഞ്ചസ് ഉണ്ട്. ബട്ട് വിത്തിൻ ദി മെനഞ്ചസ് there's the brain that we can see, and within that particular brain the cortical hemisphere എന്ന് പറയുന്നത് ബ്രെയിനെ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന ഏരിയനെയാണ് കോർട്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിലെ നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, പെരേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, ഈ ലോബുകളൊക്കെ വരുന്നത് കോർട്ടിക്കൽ ഏരിയാസിലാണ്. ഓക്കെ, സോ ദി ഔട്ടർ ഏരിയ തന്നെയാണ് നമ്മൾ കോർട്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത്. പ്രീ സെൻട്രൽ ഗൈറസ് അത്ര ഡീപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല, നമ്മുടെ ഔട്ടർ ഏരിയാസ് ഫ്രോണ്ടൽ ലോബിൽ തന്നെ കാണപ്പെടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കോർട്ടിക്കൽ, അഗൈൻ it's for motor control, so it's called cortical motor area. Then there's something called basal ganglia. Basal ganglia എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ സ്ട്രക്ചർ ആണ്, അസോസിയേറ്റഡ് വിത്ത് അഗൈൻ മോട്ടോർ കൺട്രോൾ. പക്ഷെ ഇത് കുറച്ചുകൂടെ എംബെഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്, നമ്മുടെ ബ്രെയിനിൽ വളരെ അകത്തോട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളിനെ സബ് കോർട്ടിക്കൽ മോട്ടോർ ഏരിയ എന്നാണ് പറയുക. സോ പാർക്കിൻസൺസ് അസുഖങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഡാമേജ് ആണ് ആക്ച്വലി ബേസൽ ഗാംഗ്ലിയ. അപ്പൊ പാർക്കിൻസൺസ് അസുഖം എന്ന് പറയുന്നത് മേജർലി മോട്ടോർ മൂവ്മെന്റ്സിന്റെ ഡാമേജും ഡെഫിഷ്യൻസീസ് ഒക്കെ കാണും. സോ അഗൈൻ ദിസ് പെർട്ടിക്കുലർ ഏരിയ ഇസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് എ ന്യൂറോ ട്രാൻസ്മിറ്റർ കോൾഡ് ഡോപ്പമിൻ. ഓക്കെ, സോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, അറിയുക, എന്നിട്ട് ഇത് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഡോപ്പമിനെ പറ്റി പറയുമ്പം ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലഷർ റിവാർഡ് സെന്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിലും ഡോപ്പമിൻ ഇസ് വെരി മച്ച് റിക്വയർഡ് ഫോർ മോട്ടോർ മൂവ്മെന്റ്സ് ആസ് വെൽ. സോ again dopamine പറ്റി പഠിക്കുമ്പോൾ make sure you know the dopamine pathways. ഡോപ്പമിന്റെ ഏറ്റവും ഉള്ള ഏരിയ എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പം അഡിക്ഷൻ റിലേറ്റഡ് അസുഖങ്ങൾ വരുന്ന സമയത്ത് ഡോപ്പമിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ കുറയുകയും, അപ്പൊ ആ റിസെപ്റ്റേഴ്സ് ഉള്ള റിസെപ്റ്റേഴ്സിൽ നിന്ന് മച്ച് മോർ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എന്താ പറയുന്ന ആ ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് കൺസ്യൂം ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് tolerance എന്ന് പറയുന്നത്. So this is how you connect and learn from a one particular point. Try to link each and every topics associated. So basal ganglia എന്ന് തുടങ്ങി നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ഡോപ്പമിനിൽ പോയി, ഡോപ്പമിനിൽ തുടങ്ങി നമ്മൾ ഈ പറയുന്ന അഡിക്ഷനിലേക്ക് പോയി. So that's how you connect things. ഡോപ്പമിനെ പറ്റി പഠിക്കുന്ന സമയത്ത് you should also know dopamine production pathways as well. So make sure you are equipped with that knowledge as well. Okay, so അതാണ് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ ഒരു സബ് കോർട്ടിക്കൽ മോട്ടോർ ഏരിയ. പിന്നെ നമുക്ക് പ്രീ സെൻട്രൽ ഗൈറസ് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ. സോ പോസ്റ്റ് സെൻട്രൽ ഗൈറസ്. സോ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത് പാരേറ്റൽ ലോബിൽ, അതായത് ഔട്ടർ ഏരിയ തന്നെ, നമ്മുടെ ഔട്ടർ കോർട്ടിക്കൽ ഏരിയാസിൽ തന്നെ കാണുന്ന പാരേറ്റൽ ലോബ്, മേജർലി പാരേറ്റൽ ലോബ് എന്തിനൊക്കെയാണ്? നമ്മുടെ ടച്ച് സെൻസേഷൻ, ക്യൂട്ടനേഷ്യസ് സെൻസേഷൻസ്, പെയിൻ, ഇതിനൊക്കെയാണ് പാരേറ്റൽ ലോബിൽ. സോ പാരേറ്റൽ ലോബിലുള്ള ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ്, ആൻഡ് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് with it's called somatosensory area. അതായത് നമ്മുടെ all cutaneous sensations മനസ്സിലാക്കാൻ, somatic sensations മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത്. ആൻഡ് സെരിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൈൻഡ് ബ്രെയിനിലൊക്കെ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ്. നോട്ട് വിത്തിൻ ദി സെറിബ്രൽ ഹെമിസ്ഫിയർ. ഹൈൻഡ് ബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു മോട്ടോർ ഏരിയ ആണ്, മെയിൻലി അസോസിയേറ്റഡ് വിത്ത് coordination and balance of the movements. That is why നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. Precentral gyrus is associated with cortical motor area, basal ganglia is associated with subcortical motor area, postcentral gyrus is associated with somatosensory area, and cerebellum is associated is a motor structure within hindbrain.
Is that clear? Okay. So the next question is, research on perceived fairness in group settings indicate that we make judgments by focusing on three distinct aspects of or rules. These are distributive justice, collective justice, procedural justice, transactional justice, transformational justice. ഇതിൽ ഏത് ഓപ്ഷനുകളായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഫോർ ദിസ് പെർട്ടിക്കുലർ പെർസീവ്ഡ് ഫെയർനെസ് ഇൻ ഗ്രൂപ്പ് സെറ്റിംഗ്സ് റിസർച്ച്? ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഔട്ട്കംസും റിസോഴ്സസ് എന്ത് തരത്തിലുള്ള റിസോഴ്സസ് കിട്ടിയാലും അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഈക്വലി അക്കോർഡിംഗ് ടു ദി വർക്ക് ഡൺ, ഇൻ പ്രൊപ്പോർഷൻ ടു ദി വർക്ക് ഡൺ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുക എന്നുള്ള തരത്തിലുള്ള ഫെയർനെസ് റൂളാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. പ്രൊസീജറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ fairness is focused on the processes used to make decisions. എത്രത്തോളം ഔട്ട്കം കിട്ടിയാലും ആ പ്രോസസ്സിൽ ആരൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്നോ അവർക്കനുസരിച്ച് അതനുസരിച്ച് ജസ്റ്റിസ് കൊടുക്കുക, ഫെയർലി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷണൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് relates to the fairness of interaction between individuals, especially in terms of communication and respect. So which all individuals are involved in that particular particular kind of behavior. എത്രത്തോളം ആൾക്കാരുണ്ടോ അവരുടെ കമ്മ്യൂണിക്കേഷൻ റെസ്പെക്ട് ലെവൽ എന്താ അക്കോർഡിംഗ്ലി ഫെയർനെസ് കൊടുക്കുക, ഫെയർനെസ് ഓഫ് ഇൻട്രാക്ഷനെയാണ് ട്രാൻസാക്ഷണൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ദിസ് കളക്റ്റീവ് ജസ്റ്റിസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ജസ്റ്റിസ് ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ മോഡൽ. സോ അതുകൊണ്ട് തന്നെ correct answer to this particular question is A, C and D. So option 2 is the correct answer. Okay. The next question is match these two lists എന്നുള്ളതാണ്. Humoral immunity, cell mediated immunity, phagocytosis and cytokinin level. So ഈ ഓരോ ഓപ്ഷൻസും അസോസിയേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യുക. And let's see how it is done. Okay, the correct answer is option 1. Okay, എന്തുകൊണ്ട് ഓപ്ഷൻ 1 വന്നതെന്ന് നമുക്ക് നോക്കാം. So humoral immunity എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മീഡിയേറ്റഡ് ബൈ ബി ലിംഫോസൈറ്റ്സ്. അപ്പം ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന പലതരത്തിലുള്ള, അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ളൊരു നോളജ് വേണം. എന്തൊക്കെ തരത്തിലുള്ള ഇമ്മ്യൂൺ സെൽസ് ആണ് നമുക്കുള്ളത് എന്നുള്ളൊരു ഐഡിയ വേണം. സോ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി ഇസ് ആക്ച്വലി ഗിവൻ ടു അസ് ബൈ സർട്ടൻ സെൽസ് കോൾഡ് ബി ലിംഫോസൈറ്റ്സ്. അപ്പം ഈ ബി ലിംഫോസൈറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് സെൽസ് ആക്ച്വലി trigger certain antibody responses within our body to fight the invaders or infection causing pathogens എന്നുള്ളതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നുള്ളത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പം മേജർലി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ള ഒരു പെർട്ടിക്കുലർ സെല്ലാണ് T lymphocytes എന്ന് പറയുന്നത്. സോ ഐദർ ഈ ഒരു സെൽസിന് ഡയറക്ട്ലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്യാൻസറസ് സെൽസോ അല്ലെങ്കിൽ ട്യൂമറസ് സെൽസിനെയോ ഡയറക്ട്ലി കിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇമ്മ്യൂൺ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ദോസ് സെൽസ് ആർ കോൾഡ് ഹെൽപ്പർ T cells. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റിനെയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മേജർലി ഒന്നെങ്കിൽ ഡയറക്ട്ലി കില്ല് ചെയ്യാൻ പറ്റുന്ന സെൽസ് അല്ലെങ്കിൽ മറ്റ് ഇമ്മ്യൂൺ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സെൽസിനെയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഫോസ്റ്റേർഡ് ബൈ, വിച്ച് ഇസ് എനേബിൾഡ് ബൈ T lymphocytes എന്നുള്ളതാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് it's actually a process where immune cells actually ingest microbes for destruction. ചില മൈക്രോബ്സിനെ എന്താ സെൽ ഈറ്റിംഗ് സെൽസ് എന്ന് പറയും, അങ്ങനത്തെ സെൽസിനെ വേർ ഏതൊക്കെ തരത്തിലുള്ള മൈക്രോബ്സ് ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത് വിച്ച് കോസസ് ഡിസ്ട്രക്ഷൻ, ആ സെൽസിനെ അങ്ങ് കഴിക്കുക, അതിനെയാണ് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ ചില സെൽസിന് സച്ച് ആസ് ന്യൂട്രോഫിൽസ് അല്ലെങ്കിൽ മൈക്രോഫേജസ്, ഈ തരത്തിലുള്ള ഇമ്മ്യൂൺ സെൽസ് they have this particular job where they ingest or take in the microbes for destruction. ഫൈനലി നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സൈറ്റോകൈനിൻ ലെവലാണ്. സോ സൈറ്റോകൈനസ് എന്ന് പറയുന്നത് ആക്ച്വലി സർട്ടൻ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് റിലീസ്ഡ് ബൈ ഇമ്മ്യൂൺ സെൽസ്. സോ ദീസ് സെൽസ് actually produce the level of inflammatory activity. So എത്രത്തോളം നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ റേറ്റ് ഉണ്ട്, എത്രത്തോളം നമ്മുടെ ബോഡി is actually prone to a lot of illnesses എന്ന് പറയുന്ന ലെവലിനെയാണ് സൈറ്റോകൈനിൻ ലെവൽ എന്ന് പറയുന്നത്.
So that is why the option, particularly that particular option was selected. And so summarized in this particular way, humoral immunity എന്ന് പറയുന്നത് B lymphocytes mediate ചെയ്യുന്ന ഒരു particular immunity ആണ്, wherein B cells produces antibodies. Cell mediate immunity എന്ന് പറയുന്നത് T lymphocytes produce ചെയ്യുന്ന ഒരു particular kind of immunity ആണ്, and this particular immunity is driven by T cells, which can actually directly kill the cells or can help other immune cells to be activated. Phagocytosis എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ് by which phagocytes such as macrophages അല്ലെങ്കിൽ neutrophils പോലത്തെ phagocytes പാത്തജൻസിനെ ഇൻഗൾഫ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് phagocytosis എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി cytokinin level എന്ന് പറയുന്നത് it's actually a indicatory level of our particular inflammation or infection rate within our body. So this is how this particular question has to be answered. The next question is, what are the common barriers to successful problem solving? Okay, so ചില common barriers തന്നിട്ടുണ്ട്. അതിനകത്ത് except ഏതോ ഒരു particular ഉത്തരം മാത്രമാണ് barrier അല്ലാത്തതായിട്ടുള്ളൂ for problem solving. ഏതാണെന്ന് നമുക്ക് നോക്കാം. So the options given are functional fixedness, sub-goals, mental sets, and confirmation bias. The correct answer is sub-goals. Let's see why. Functional fixedness എന്ന് പറയുന്നത് എന്താണ്? For example, ഒരു പെന്ന് തന്നു കഴിഞ്ഞാൽ pen is only used for writing, okay, rather than for poking someone or to throw at someone. അതായത് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മറ്റൊരു അതിന്റെ ഫങ്ഷനാലിറ്റി കാണാൻ പറ്റാത്ത ഒരു അവസ്ഥേനെയാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുക. അപ്പം ഇത് കാരണം നമുക്ക് എന്ത് സംഭവിക്കും? ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ഹിൻഡേർഡ് ആവും. കാരണം നമ്മൾ മുന്നിൽ ഒരു പ്രോബ്ലം വരുമ്പം നമ്മൾ ഒരു ഫിക്സ്ഡ് ബോക്സിലായിരിക്കില്ല, അങ്ങനെ പാടില്ല നമ്മൾ ചിന്തിക്കാൻ. പല രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ അതിനൊരു കറക്റ്റ് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഇസ് എ കോമൺ ബാരിയർ ടു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. സബ് ഗോൾസ് ആക്ച്വലി it's a technique used within problem solving. So ഒരു മേജർ ആയിട്ടുള്ള ഫൈനൽ ഗോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ ഗോൾസ് ആക്കിയിട്ട് ഈ ഓരോ സ്മോളർ ഗോൾസ് അറ്റൈൻ ചെയ്ത് ഫൈനൽ ഗോളിലേക്ക് എത്തുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ് ആണ് സബ് ഗോൾസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി ഹെൽപ്ഫുൾ, ഒരു ബാരിയർ അല്ല, ഒരു ഹെൽപ്ഫുൾ പ്രോസസ് ആണ് ഫോർ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൈ വി സെലക്ടഡ് ദി സബ് ഗോൾ ഓപ്ഷൻ. പിന്നെ ദി നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് മെന്റൽ സെറ്റ്സ്. മെന്റൽ സെറ്റ്സ് എന്താണ്? പ്രീവിയസ്ലി നമ്മൾ എങ്ങനെയൊക്കെയോ റിയാക്ട് ചെയ്തപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ആയി. അപ്പം പ്രീവിയസ്ലി ഒരാളോട് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അയാളോട് വീണ്ടും നമ്മൾ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കരഞ്ഞോ ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റർ ഓൺ ഏതൊരു പ്രശ്നം വന്നാലും അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുള്ളൂ. കാരണം പ്രീവിയസ്ലി അത് സക്സസ്ഫുൾ ഇവന്റിലേക്ക് ലീഡ് ചെയ്തു. ഇപ്പോഴും അങ്ങനെ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ് മെന്റൽ സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓഫൻ എ ബാരിയർ ടു പ്രോബ്ലം സോൾവിങ്. കാരണം നമുക്ക് മറ്റു പല രീതിയിൽ ചിന്തിച്ചൊരു ഉത്തരത്തിലേക്ക് വരാൻ പറ്റില്ല. സോ അതിനെയാണ് ദാറ്റ്സ് വൈ മെന്റൽ സെറ്റ് ഇസ് എ ബാരിയർ ടുവേർഡ്സ് problem solving in the പറയുന്നത്. And finally confirmation bias. Confirmation bias എന്താണ്? It's actually a kind of error in cognition where നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് നമ്മുടെ ഉള്ളിൽ ഉള്ള certain ബിലീഫ് സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ, ആ ബിലീഫ് സിസ്റ്റം അനുസരിച്ച് മാത്രമുള്ള ഇൻഫർമേഷൻ നമ്മൾ തിരഞ്ഞെടുത്ത് എന്നിട്ട് ആ വിശ്വാസത്തിനെ കറക്റ്റ് ആക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മുടെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച ചാടി എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ആ ഒരു സൂപ്പർസ്റ്റിഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിലീഫ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ what happens is അന്നേ ദിവസമുള്ള എന്തൊരു തരത്തിലുള്ള നെഗറ്റീവ് ലൈറ്റിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഹൈലൈറ്റ് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുക. സോ ആ ഒരു ടെൻഡൻസി ടു ഫേവർ ഇൻഫർമേഷൻ ദാറ്റ് കൺഫേംസ് ആ പ്രീ എക്സിസ്റ്റിംഗ് ബിലീഫ്സ് വിച്ച് ആക്ച്വലി ഒബ്സ്ട്രക്ട് ഈ പ്രോബ്ലം സോൾവിങ്ങിനെയാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ദി കോമൺ ബാരിയർ which within problem solving includes functional fixedness, mental set, and confirmation bias, and barrier അല്ലാത്തതായിട്ടുള്ള ഓപ്ഷൻ sub goals ആണെന്നുള്ളതാണ്. Okay, the next question is, major phases involved in case study are given below. Arrange them in the order of beginning to end. So ഇതൊരു വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് ആക്ച്വലി. കേസ് സ്റ്റഡി നടത്താനുള്ള ഒരു സ്റ്റെപ്സ് കറക്റ്റ്ലി ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്.
and the correct options or option order തന്നിട്ടുണ്ട്. The correct option for this particular answer is option 1. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ the major steps എന്തൊക്കെയാണ്? ആദ്യം എന്താണ് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം, അതിന്റെ സ്റ്റാറ്റസ് എത്രത്തോളമാണ്, അത് ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അത് എത്രത്തോളം ഉണ്ട് ഒരു പെർട്ടിക്കുലർ എൻവയറമെന്റിൽ എന്നുള്ളത് ഡെഫിനറ്റ്ലി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കേസ് സ്റ്റഡി പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദി ഫസ്റ്റ് വൺ ഇസ് റെക്കഗ്നേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാറ്റസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫിനോമിനൻ എന്ന് പറയുന്നത്. ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, അത് എക്സാമിൻ ചെയ്യുന്നു, ഉള്ള റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ പ്രോസസ്സാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. Then next option is diagnosis and identification of causal factors. So നമ്മൾ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ ഫാക്ടർ അനാലിസിസ് ഒക്കെ എങ്ങനെയാ ചെയ്യുക എന്നുള്ളത് പല സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സോ അതുപോലെ തന്നെ ഫാക്ടർ അനാലിസിസിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പം വാട്ട് ആർ ദി കോസസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ് ഡയഗ്നോസിസ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോസൽ പ്രോബ്ലംസ്. ആൻഡ് ദെൻ കംസ് ആപ്ലിക്കേഷൻ ഓഫ് റെമഡിയൽ മെഷേഴ്സ്. നമ്മൾ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, ഡേറ്റ കളക്ട് ചെയ്തു, കോസൽ ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തു, ദെൻ നമ്മൾ റെമഡിയൽ ആയിട്ടുള്ള കുറച്ച് മെഷേഴ്സ് കൊടുക്കുന്നു, ഒരു സൊല്യൂഷൻ കൊടുക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിലേക്ക്. ആൻഡ് ഫൈനലി നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് എഫക്റ്റീവ്നെസ് മനസ്സിലാക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പാണ് ദി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സൊല്യൂഷൻ വർക്ക് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ, അതിനാണ് നമ്മൾ ഫോളോ അപ്പ് നടത്തുന്നത്. സോ ദീസ് ആർ ദി മേജർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എ പെർട്ടിക്കുലർ കേസ് സ്റ്റഡി ഫോർമുലേഷൻ. The final question is, the positivist model of science is rooted in the following assumptions except. So താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏതൊരു ഓപ്ഷൻ ആക്ച്വലി പോസിറ്റിവിസ്റ്റ് മോഡൽ ഓഫ് സയൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഏത് ഓപ്ഷൻ ആണ് അത് എന്നുള്ളതാണ് ചോദ്യം. Is it empiricism, determinism, open-mindedness or parsimony? The correct answer is open-mindedness. So let's see what each option means. So actually, positivist model of science emphasizes a lot about objectivity, empirical observation and logical consistency. അപ്പം empiricism എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റൂൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എവിഡൻസ് ഓഫ് ദാറ്റ് സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടാവണം, എന്നാലേ അതിനെ നമുക്ക് നോളജ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എംപിരിസിസം എന്ന് പറയുന്നത്. എംപിരിക്കൽ ആയിട്ടുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് എംപിരിസിസം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ പോസിറ്റിവിസ്റ്റ് മോഡൽ ഓഫ് സയൻസ്. Next is determinism. So എല്ലാ തരത്തിലുള്ള ബിഹേവിയർ ഉണ്ടാവാൻ, എല്ലാ തരത്തിലുള്ള ഫിനോമിനൻ ഉണ്ടാവാൻ always there are certain prior causes എന്നുള്ളതാണ് determinism എന്ന് പറയുന്നത്. So actually science എന്ന് പറയുന്ന ഒരു process is in search for the causes of the behavior അല്ലേ, അല്ലെങ്കിൽ causes of anything around, causes of that particular phenomenon. So definitely causes കാരണമാണ് ഒരു എഫക്റ്റ് ഉണ്ടായത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് determinism എന്ന് പറയുന്നത്. And finally it is parsimonious എന്ന് പറയും, parsimony എന്ന് പറയും. So this particular principle states that among the competing hypotheses the one with fewest assumptions should be selected. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുള്ളതും ഏറ്റവും കുറവ് അസംഷൻസ് ഉള്ള തിയറി ആണ് അല്ലെങ്കിൽ മോഡലാണ് ഏറ്റവും നല്ല മോഡൽ എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വ്യൂ ആണ് പാർസിമോണി എന്ന് പറയുന്നത്. സോ ഹവെവർ ഈ പറയുന്ന ഓപ്പൺ മൈൻഡഡ്നെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് പോസിറ്റിവിസ്റ്റ് മോഡൽ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അസംഷൻ ഓഫ് പോസിറ്റിവിസം. ഹവെവർ സയന്റിഫിക് എൻക്വയറിയിൽ നമുക്ക് വേണ്ട ഒരു തരത്തിലുള്ള ഒരു ഐഡിയ ആണ് ഓപ്പൺ മൈൻഡഡ്നെസ്. ഈ ഒരു മോഡലിൽ അത് എംഫസൈസ്ഡ് അല്ലെന്നേ ഉള്ളൂ. ഓക്കെ, സോ positivist model majorly looks on observable and testable factors which includes empiricism, determinism and finally parsimony എന്നുള്ളതാണ്. Okay, so thank you all. I hope the questions are clear. If there's any doubt, get it clarified and എല്ലാ ചോദ്യങ്ങളെയും ഒരു മച്ച് മോർ ഡീപ്പർ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ആയിട്ട് എടുക്കുക. ആൻഡ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.